ഇപ്പോ അതായത് ഈ ഒരു 2025 ആരംഭിച്ചപ്പോൾ തൊട്ട് നമ്മളൊരു ഭീതിദത്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൽ. ഒരുപാട് ലഹരി കേസുകൾ, അതുപോലെ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അതിലെല്ലാം ഈ ന്യൂ ജനറേഷനിൽ പെട്ട ഒരു കുട്ടി പങ്കാളിയാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളുണ്ട് അതിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ആൻസൈറ്റിയാണ്. എനിക്കും ഒരുപാട് ഫോൺ കോൾസ് കിട്ടാറുണ്ട് ഈ രീതിയിൽ, ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ അക്രമങ്ങൾ വരുന്നതെന്നോ, അല്ലെങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പാരൻസായിട്ട്. ഭയങ്കര ആൻസൈറ്റിയാണ് മാം. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കുട്ടികളോട് പറയേണ്ടത്, എന്താണ് കുട്ടികളോട് പറയേണ്ടാത്തത്, അടിക്കണോ അടിക്കാത്തതാണോ പ്രശ്നം, അടിക്കുന്നതാണോ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഒരുപാട് പാരൻസ് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് വിളിക്കുന്നത് കാണാറുണ്ട്. സോ എന്താണ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് ആ ബോണ്ടിങ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്നും, അത് മാത്രമല്ല എക്സാം സമയത്ത് നമുക്ക് എങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാമെന്നും ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി അബൌട്ട് ഹൗ ടു ഡു പോസിറ്റീവ് പാരൻറ്റിങ് ഓർ റീബോണ്ടിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ്. എങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള ബന്ധത്തിനെ എങ്ങനെ ഊഷ്മളമാക്കാം, അതുപോലെ എക്സാം സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ എന്താണ് ആസ് എ പാരൻ്റ് ആ സമയത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ സെഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് എക്സാം സമയത്ത് നിങ്ങളുടെ കുട്ടികളെ സഹായിക്കാം, അതാണ്. സോ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, കുട്ടികളെക്കാളും ടെൻഷനാണ് പാരൻസിന് എക്സാം വരുമ്പോൾ. ഇപ്പം ഞാൻ നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 പാരൻസ് എന്തായാലും വരും കുട്ടികളെ കൊണ്ട്. കാരണം എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കാണ് ടെൻഷൻ, ഞങ്ങൾക്കാണ് ആൻസൈറ്റി, മോള് പഠിക്കുന്നില്ല അല്ലെങ്കിൽ മോൻ പഠിക്കുന്നില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സാഹചര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവർ പഠിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്ക് കുട്ടിക്ക് കിട്ടുന്നില്ല, എൻ്റെ കഷ്ടപ്പാട് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അവന് 6 മണിക്കോ അല്ലെങ്കിൽ അവൾ 6 മണിക്കോ ട്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി പാചകം ചെയ്യുന്ന എൻ്റെ കഷ്ടപ്പാട് കുട്ടി കാണുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പാരൻസ് അധികം വരാറ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സും ഈ പറഞ്ഞ എക്സാമ്പിളെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കണക്ക് പറച്ചിലുകൾ, അതല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് ഉത്തരവാദിത്തമില്ല. അതായത് 10, 15, 17 വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് വളരെ വലിയ സാമൂഹിക ബോധം, ഉത്തരവാദിത്വ ബോധമൊന്നും ഉണ്ടാവേണ്ട പ്രായമല്ല എന്നും, അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നിങ്ങൾ അവരോട് സംസാരിക്കേണ്ടതെന്നും, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പരാതികൾ മറ്റുള്ളവരോട് പറയേണ്ടതെന്നും ഓർക്കാതെയാണ് പല സമയത്തും പല രക്ഷിതാക്കളും പെരുമാറാറുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെവർ കമ്പയർ യുവർ ചൈൽഡ് വിത്ത് എനിവൺ എൽസ്. അവൻ പഠിക്കുന്നത് കണ്ടില്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവൾ പഠിക്കുന്നത് കണ്ടില്ലേ, ആ കുട്ടി രാവിലെ എണീക്കുന്നതാണ്, ആ കുട്ടി ഉറങ്ങാറേ ഇല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പാരിസണൊക്കെ തിരിച്ച് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്ത് പറയാണ്, അവരുടെ അമ്മേനെ കണ്ടില്ലേ, അവരെന്തൊരു സുന്ദരിയാണ്, ഇവരുടെ അമ്മേനെ കണ്ടില്ലേ, അവരെന്ത് ആക്റ്റീവാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേദനാജനകമായിരിക്കും. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിയോ നിങ്ങളെക്കാൾ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ടെന്ന് കുട്ടി പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറയും നാളെ തൊട്ട് എന്നാൽ നീ അവിടെ പോയി ഭക്ഷണം കഴിച്ചോ, അവർ കെമിക്കൽ ചേർക്കുന്നതുകൊണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്കത് ആ ചെറിയ ക്രിറ്റിസിസം പോലും ഒരു രക്ഷിതാവിന് അത് സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. അപ്പോൾ ഡെയിലി ഇങ്ങനെ നിങ്ങൾ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്, അവരുടെ വ്യക്തിത്വം ഡിഫറെൻ്റ് ആണ്, അവരുടെ ജനറ്റിക് എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ജീൻസാണ് നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. സോ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പല കുട്ടികളും തമ്മിൽ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കുട്ടീനെ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ കണ്ടുവരുന്നൊരു തെറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് രീതി ഡ്യൂറിങ് എക്സാമിനേഷൻ, നിങ്ങളുടെ കുട്ടീൻ്റെ മാർക്ക് നാട്ടുകാരെ മൊത്തം അറിയിക്കുക. അവന് കണക്കിൽ 100-ൽ 60 കിട്ടിയത്, അല്ലെങ്കിൽ 100-ൽ 56 കിട്ടിയത്, ഫിസിക്സിൽ 62. നിങ്ങളെക്കാളും നിങ്ങളുടെ അയൽപ്പക്കക്കാർക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാർക്ക് അറിയും. അതുപോലെ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയുക, കണ്ടില്ലേ അവൻ എന്തൊരു പൊട്ടന, അവൻ ഇത്രയും കൊടുത്തിട്ട് അവൻ പഠിക്കുന്നില്ല. പിന്നെ അതുപോലെ വേറൊരു തെറ്റ് ചെയ്യും, എനിക്കാണ് ഈ സാഹചര്യം എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയേനെ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങുമായിരുന്നു,
എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ അവൻ്റെ മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ ചെറുതാക്കി കാണിക്കുക സമൂഹത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ. സോ ഒരു കുട്ടി ഏറ്റവും ആദ്യം ഓടിയെത്തുക സ്വന്തം രക്ഷിതാവിൻ്റെ അടുത്താണ്. നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് കുട്ടിക്ക് തോന്നുമ്പോൾ തൊട്ടാണ് വേറെ ആളുകളിലേക്ക് കുട്ടി ശ്രദ്ധ തിരിക്കുക, കൂട്ടുകാരിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സുകളിലേക്കൊക്കെ കുട്ടി പോവുക. എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടോ സ്നേഹമോ ഇവിടുന്ന് കിട്ടുന്നില്ല എന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ അടുത്ത് സുരക്ഷിതമായിട്ട് ഫീൽ ചെയ്യണം. പക്ഷെ നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് പറയുകയും കമ്പയർ ചെയ്യുകയും ചെറുതാക്കി കാണിക്കുകയും കളിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെയാണ് പല തെറ്റായിട്ടുള്ള അപകട വഴികളിലേക്കും കുട്ടികൾ ചെന്നെത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ഇകഴ്ത്തി പറയുമ്പോൾ, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ, ചെറുതാക്കി കാണുമ്പോൾ, കളിയാക്കുന്നത് കാണുമ്പോൾ. ഞാൻ ഒരുപാട് പാരൻസിനെ കണ്ടിട്ടുണ്ട്, കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വരെ കണക്ക് പറയും, അല്ലെങ്കിൽ കളിയാക്കി പറയും. അവൻ 5-6 ഇഡ്ഡലിയൊക്കെ ഒറ്റ ഇരിപ്പിനിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും വേണം, അല്ലെങ്കിൽ അവൾ കഴിക്കില്ല. ഇതെല്ലാം നെഗറ്റീവാണ്. ഇപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് അവളുടെ വായിൽ ഞാൻ കുത്തി കയറ്റിയാലേ അവൾ കഴിക്കുള്ളൂ എന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു അമ്മ പറയുന്നത് തന്നെ ആ കുട്ടീൻ്റെ ഒരു ആത്മാഭിമാനത്തിൽ നിൽക്കുന്ന മുറിവാണ്. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചസോ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ സംസാരിച്ചത്, ഒരിക്കലും കമ്പയർ ചെയ്യരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കുട്ടീനെ പരിഹസിക്കരുത്. വേറൊരു കാര്യം, എക്സാം എന്നാൽ എന്തോ ഒരു പുലിയാണെന്ന്, പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിപ്പിച്ചു വെക്കൂലേ, അതുപോലെ അതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് പല കുട്ടികൾക്കും തോന്നൽ വരുന്നത് അവരുടെ രക്ഷിതാക്കളുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ഈ എക്സാം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട സംഭവമല്ല എന്നും, ധൈര്യത്തോടെ പോയി ചങ്കൂറ്റത്തോടെ പോയി എഴുതി തിരിച്ചു വരണമെന്ന് ഒരു കുട്ടിക്ക് തോന്നലുണ്ടാവേണ്ടത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. ഒരു 10 മാസം മുൻപേ നമ്മുടെ കേരളത്തിലൊക്കെ രക്ഷിതാക്കൾ തുടങ്ങും, നിനക്ക് എക്സാം ഉള്ളതാണ്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇനി TV കാണരുത്, മൊബൈൽ എടുക്കരുത്, എല്ലാം വളരെ വളരെ റെസ്ട്രിക്ഷനോട് കൂടി കുട്ടികളെ വളർത്തിയിട്ട് വരുമ്പോൾ കുട്ടിക്ക് തോന്നുന്നത് ഇത് എന്തോ ഒരു വലിയ അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പൊ വർഷങ്ങളോളം അതുപറ്റി പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ആത്മവിശ്വാസത്തെ തകർത്ത് അവർക്ക് വേറെ എവിടെയെങ്കിലും ഒളിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കരുത്. എക്സാം എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ കാണാൻ മാതാപിതാക്കളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ അല്ലെ? ഇങ്ങനെ ഉത്കണ്ഠരാവുന്ന മാതാപിതാക്കൾ ഉണ്ടോ ഇതില്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്കാണ് എൻ്റെ കുട്ടികളെക്കാൾ കൂടുതൽ പേടി എക്സാമിനേന്ന്? അശ്വതിന്റെ അമ്മയ്ക്ക് എന്തോ, അശ്വതിയാണോ? നിങ്ങളും കൂടെ സംസാരിക്കുകയും നിങ്ങളുടെയും കൂടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഈ സെഷന് മാറ്റിയെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളാണോ അങ്ങനെ ഒരു എക്സാമിന് ഒരു ഭീതിദത്തമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്ന് ഉള്ള ഒരു തോന്നല് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്?
ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. പഠിക്കാനുള്ള സമയമാണെങ്കിലും ഇങ്ങനെ ഞാൻ മുമ്പത്തെ സെഷനിൽ കുറച്ച് ടെക്നിക്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മെയിനായിട്ട് ഊന്നി പറഞ്ഞൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് പൊമാഡോ ടെക്നിക്കാണ്. അതിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 30 മിനിറ്റ് വരെ പഠിച്ചിട്ട് തീർച്ചയായും ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ബ്രേക്ക് എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ അല്ലാണ്ട് ഓർമ്മിക്കാൻ പറ്റുക. അപ്പോൾ ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് പഠിക്കാനുള്ളത്. അത് എത്ര മിനിറ്റ് ഇരിക്കണം എന്നോ, എവിടെ ഇരുന്ന് പഠിക്കണം എന്നോ, അല്ലെങ്കിൽ ഏത് പൊസിഷനിലിരുന്ന് പഠിക്കണമെന്നോ, എങ്ങനത്തെ പോസ്ചറിലിരുന്ന് പഠിക്കണമെന്നോ, അതൊക്കെ കുട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരിക്കലും കുട്ടിക്ക് തോന്നരുത് ഞാൻ പഠിക്കാനിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ചീത്ത കേൾക്കുന്നത്. പഠിക്കാതെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ ചീത്ത കേട്ടാൽ മതി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നിട്ട് അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, അങ്ങനെ ബുക്ക് പഠിക്കണം, ഇത്ര നേരം ഇരുന്നാൽ മതി, ഓ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതെങ്കിലും കുട്ടി ഇന്ന് തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നന്നാവും എന്ന് തീരുമാനിച്ച് പഠിക്കാനിരുന്ന് ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞ് വളരെ കോൺഫിഡൻസോട് എണീറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് അച്ഛനും അമ്മയും, ഓ നിന്റെ പഠിപ്പ് കഴിഞ്ഞോ, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ എന്ന ഒരൊറ്റ ചോദ്യം മതി അവന് പിന്നീട് തിരിച്ച് പഠിക്കാതിരിക്കാൻ തോന്നാൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള വളരെ ശ്രദ്ധിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഫോക്കസ് ചെയ്യാണ്ട് അധികം സ്ട്രെസ് കൊടുക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന് പഠിക്കാൻ അനുവദിക്കാം. അല്ലെ ഒരു കുട്ടീനോട് ഇപ്പൊ നീ മാത്സ് പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നീ സയൻസ് പഠിക്കണം, ഇപ്പൊ ഫിസിക്സ് പഠിക്കണം, അങ്ങനെ പറഞ്ഞ് ഒരിക്കലും നിർബന്ധിക്കാതിരിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഏത് സമയത്ത് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയൊരു ബ്രേക്ക് എടുക്കും. ആ സമയത്തും അവരുടെ അടുത്ത് പോയിട്ട് എന്താ എണീറ്റ് കിടക്കുന്ന, എല്ലാം കഴിഞ്ഞോ, ഇപ്പൊ എക്സാം എഴുതാനുള്ളത് മൊത്തം പഠിച്ചു തീർന്നു, അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെയുള്ള ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മിണ്ടാതെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചത് ആ വെള്ളത്തിനോടൊപ്പം താഴേക്ക് വിഴുങ്ങി കളയാമെന്നാണ് എനിക്ക് മാതാപിതാക്കളോട് വളരെ അഭ്യർത്ഥന രൂപത്തിൽ പറയാനുള്ളത്. പിന്നെയെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഒരു കൗമാരക്കാരെയോ സംബന്ധിച്ച് അവരുടെ സുഹൃത്തുക്കളാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇകഴ്ത്തി പറയുക, അതൊക്കെ അവർക്ക് വളരെ വേദനാജനകവുമാണ്. ആ ഒരു സിമ്പതി അവർക്ക് വരും സുഹൃത്തുക്കളോട്. അയ്യോ എൻ്റെ അമ്മ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും അവനറിയുന്നില്ലല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് അവനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്നിട്ടും അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സഹതാപം കാരണം വീണ്ടും കൂടുതൽ ആ സുഹൃത്തിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനേ അത് കാരണമാകും എന്നുള്ളത് തിരിച്ചറിയാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ സുഹൃത്തുക്കളെ ഒരുപാട് കുറ്റപ്പെടുത്താണ്ടിരിക്കുക, ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക. അവരുടെ ഡ്രസ്സ്, വസ്ത്രം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മകന്റെ വസ്ത്രം അല്ലെങ്കിൽ മകളുടെ വസ്ത്രം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മറ്റുള്ളവരുടെ കുട്ടികളുടെ വസ്ത്രധാരണ ശൈലിയും ഹെയർ സ്റ്റൈലും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ കുട്ടീൻ്റെ ഉള്ളിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഗ്രീസി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. അതായത് എണ്ണയിൽ വറുത്തെടുത്തതോ പൊരിച്ചെടുത്തതോ അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാതെ ആവിയിൽ വേവിച്ചതിൻ്റെ ഏറ്റവും നല്ല കേരള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട്, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റ് ഫുഡായിട്ടുള്ള ഇങ്ങനെ സമീകൃത ആഹാരങ്ങൾ, അതായത് ഒരുപാട് ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഇഡ്ഡലി, ദോശ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല ലളിതമായിട്ടുള്ള പക്ഷേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. സമയത്ത് കുട്ടികളെ കഴിപ്പിക്കുക ഫുഡ്. അതുപോലെ നട്ട്സ്, ഡേറ്റ്സ് ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ഫുഡിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. മുട്ട കൊടുക്കാൻ നോക്കുക. പക്ഷെ എല്ലാം ഓവറായിട്ട് ഒറ്റ സമയത്ത് കൊടുക്കാതെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ എല്ലാ ഫുഡും കുട്ടി കഴിക്കണം നിർബന്ധം പിടിക്കാതെ ചില ഇളവുകളൊക്കെ വരുത്തിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, എന്നാൽ അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉറപ്പുവരുത്തുക. പിന്നെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുക. കുട്ടികളെ ഹൈഡ്രേറ്റഡ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ സ്ട്രെസ്സിനെയും ഉത്കണ്ഠനെയൊക്കെ ഒരുപാട് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മേക്ക് ഷുവർ ദാറ്റ് കുട്ടികൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ്, നല്ല ഉറക്കം. ഒരു 7-8 hours കുട്ടികൾ എന്തായാലും ഉറങ്ങിയിരിക്കണം. നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ്
രാത്രി 12 മണി വരെ പഠിക്കുന്നതായിരിക്കാം നല്ലൊരു ഷെഡ്യൂൾ എന്നുണ്ടെങ്കിലും അതൊരു ആരോഗ്യകരമായിട്ടുള്ള ഷെഡ്യൂളല്ല. സോ കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, അത് ഉറപ്പുവരുത്തണം. എന്നാലേ അവർക്ക് നല്ല മെമ്മറി ഉണ്ടാവുള്ളൂ. ഈ ഉറക്കത്തിലാണ് നമ്മളുടെ ബ്രെയിൻ സെൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ആവുക. സോ എന്നാലേ പഠിച്ചതൊക്കെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് അത് മെമ്മറി എൻഗ്രാം ആയിട്ട് ബ്രെയിനിൽ രജിസ്റ്റർ ആവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ആ ഉറക്കത്തിന് മുൻപുള്ള വളരെ ഹാർഷായിട്ടുള്ള വാക്കുകളൊന്നും പറയാണ്ട് സ്നേഹത്തോടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ കുട്ടികളെ ഉറങ്ങാൻ വിടുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പ്രത്യേകിച്ച് എക്സാം ടൈമിൽ. പിന്നീട് ഈ എക്സാമിൻ്റെ സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധന ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ, ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം എഴുതിയത്, ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം എഴുതിയത്, ഇതിന് ഇതും കൂടെ എഴുതായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇത് നീ തെറ്റിച്ച് കളഞ്ഞല്ലോ, എന്തായാലും നിനക്കൊരു 50-60 മാർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 48 മാർക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ തളർത്താതിരിക്കുക. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കുക. അത് കുട്ടികളുടെ അധ്യാപകരോ അല്ലെങ്കിൽ അവരുടെ ട്യൂഷൻ സെൻറ്ററിൽ നിന്നൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും വീട്ടിൽ വന്നിട്ട് ഇന്നത്തെ പരീക്ഷയുടെ റിസൾട്ട് ഡിസ്കസ് ചെയ്തിട്ട് ദയവ് ചെയ്ത് നാളത്തെ പരീക്ഷ കൊള്ളാക്കരുത്. എല്ലാ എക്സാമും അവർ എഴുതി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ ചോദിക്കേണ്ടത് എഴുതാൻ പറ്റുമോ, എളുപ്പമുണ്ടായിരുന്നോ എന്നതിനേക്കാൾ കൂടുതൽ അതിലേക്ക് പ്രോബ് ചെയ്ത് ഏകദേശം എത്ര മാർക്ക് കിട്ടും അങ്ങനെയൊന്നുമല്ല. ഉടനെ തന്നെ അവരോട് ചോദിക്കേണ്ട മോൻ ക്ഷീണിച്ചു പോയോ, തളർന്നു പോയോ, അമ്മ ഭക്ഷണം തരട്ടെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ എടുക്കട്ടെ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും എങ്ങനെ ഉണ്ടായിരുന്നു, തോറ്റൂല്ലേ, ഉറപ്പിച്ചല്ലേ, അങ്ങനെയുള്ള കമൻസ് ഒക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടീനെ സംബന്ധിച്ച് കുട്ടി വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും എക്സാമിന് ഉണ്ടാവുക. ആ സമയത്ത് കുട്ടീൻ്റെ ബാഗ് നിങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അതായത് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകുന്നുണ്ടോ, പെന്ന് കൊണ്ടുപോകുന്നുണ്ടോ, നിങ്ങളുടെ ഒരു എൻഗേജ്ഡ് പാരൻറ്റിങ് എന്ന് പറയും. അതായത് നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് കുട്ടീനെ ഒരുക്കി വിടുക എന്നുള്ളത് എക്സാമിന്. അപ്പോൾ സോ പ്ലീസ് ഡൂ ദാറ്റ്. അവരുടെ ബാഗ്, പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഒതുക്കി വയ്ക്കുക, ഹോൾ ടിക്കറ്റ് എടുത്ത് വയ്ക്കുക, ആവശ്യത്തിന് പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്പെയർ ആയിട്ടുള്ള പെന്ന്, അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് പെൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുക. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആ എക്സാം ഹാളിൽ എത്തിയിട്ടുള്ള ടെൻഷനും ഹറിബറി കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് എനിക്ക് പാരൻസിനോടുള്ള അഭ്യർത്ഥന, ഒരുപാട് കാര്യങ്ങളുണ്ടാവും വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യാനും വഴക്കുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം, അതല്ലെങ്കിൽ ഇളയ കുട്ടികളോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളോടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ, അടി ഇടി ബഹളങ്ങൾ, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാരോടുള്ള അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക. എക്സാം ടൈമിൽ കുട്ടിയെ അതൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ സംബന്ധിച്ച് ഒരു പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കുട്ടീനോട് തീർച്ചയായും എക്സാം പോകുന്നതിന് മുമ്പ്, എക്സാമിന് കുട്ടി ഇറങ്ങുന്നതിന് മുൻപ് പറയാം, ഈ പരീക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഭാഗമാണ് ലൈഫിൻ്റെ, അതാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. എന്ത് റിസൾട്ട് ആണെങ്കിലും ഞങ്ങളുണ്ടാവും, നിന്നെ ആക്സെപ്റ്റ് ചെയ്യും, എന്ത് റിസൾട്ട് ആണെങ്കിലും ധൈര്യത്തോടെ നീ വീട്ടിലേക്ക് വരിക എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് വേണം എല്ലാ കുട്ടികളെയും എക്സാമിന് വിടാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കുട്ടിക്ക് തോന്നരുത് ഒരു തോറ്റ മാർക്കായിട്ടോ അല്ലെങ്കിൽ മോശം മാർക്കായിട്ടോ എനിക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് കുട്ടിക്ക് വരരുത്. കുട്ടീനെ എങ്ങനെയാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫാമിലിയും വീടും തനിക്കുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടിക്ക് ഉണ്ടാവണം. അങ്ങനെ ഇല്ലാതെ വരുന്ന പല കുട്ടികളും പല രീതിയിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കുട്ടികളുണ്ടോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ലൈവ് എക്സാമ്പിൾസിലേക്ക് പോവാത്തത്. സോ ദയവ് ചെയ്ത് എന്ത് റിസൾട്ട് ആണെങ്കിലും അത് കോൺഫിഡൻസോടുകൂടി തൻ്റെ വീട്ടിലേക്ക് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലഘൂകരിച്ച ഒരു മാനസികാവസ്ഥയോടു കൂടി വേണം, ലഘുവായിട്ടുള്ള മൈൻഡ് സെറ്റോടു കൂടി വേണം കുട്ടി എക്സാം എഴുതാൻ പോവേണ്ടത്. പിന്നെ അതുപോലെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുട്ടി ചിലപ്പോൾ പറയും, അമ്മ എനിക്ക് സ്ട്രെസ് ആവുന്നു, എനിക്ക് തോന്നുന്നില്ല എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നു. അപ്പോൾ തിരിച്ച് കുട്ടീനോട് ചീത്ത പറയാതെയോ അല്ലെങ്കിൽ ഹാർഷായിട്ട് പറയാതെയോ അതെന്താ മോനെ നിനക്ക് അങ്ങനെ തോന്നുന്നതെന്നുള്ള വളരെ സൗമ്യമായിട്ടുള്ള ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സൗണ്ട് തന്നെ, ടോൺ തന്നെ കുറച്ച് സോഫ്റ്റും സ്മൂത്തും ആകുമ്പോൾ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്.
നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വരുന്ന ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് സോഫ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു നിങ്ങളോട്ട് ഉള്ള ഒരു സമീപനത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോൾ മൃദുവായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ സ്ട്രെസ്സ് പറയുമ്പോൾ ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്യാതെ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് സോഫ്റ്റായിട്ട് അതിന് മറുപടി പറഞ്ഞ് അവരുടെ സ്ട്രെസ്സിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് വിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയുമാണ് എക്സാമിനെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങളിൽ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താണ് എക്സാം ടൈമിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്, എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ ചോദിക്കാം. ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളോടാണ് ഒരു ചോദ്യം. നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ? എന്തിനെ കുറിച്ച് അറിവ് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ വെബിനാറിൽ പങ്കെടുത്തത്? ഇതെന്താ ഇവരാരും സംസാരിക്കാത്തത്? അർജുൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവർക്കും? മദീഹ, റീജ, റുവീന, നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ? എന്തിനെ കുറിച്ച് അറിവ് ലഭിക്കുന്നു വിചാരിച്ചിട്ടാണ്? മദീഹ, ഹൻസാർ, ഓക്കെ. സോ എനിക്ക് തോന്നുന്നു അവർ ആരും സംസാരിക്കാൻ തയ്യാറായിട്ടല്ല എന്ന് തോന്നുന്നു. ബട്ട് എന്തായാലും നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവാണ്. എന്താണ് പോസിറ്റീവ് പാരന്റിംഗ്? ഹലോ ഹലോ ഓക്കെ, അടുത്ത സെഷനാണ് പോസിറ്റീവ് പാരന്റിങ് എന്താണ്, എങ്ങനെ നമുക്ക് പോസിറ്റീവ് പാരന്റിങ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു നല്ല മാതാപിതാ കുട്ടിയായിട്ടുള്ള, അതായത് നല്ലൊരു ബന്ധമാണ് കുട്ടികളായിട്ട് മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബിൽഡിങ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് യുവർ ചിൽഡ്രൻ എന്നാണ് പറയുക. അതായത് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക? ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുട്ടീൻ്റെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്നും കുട്ടീനെ കാണുന്നതാണ്. 24 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് മൊത്തം കുട്ടി നിങ്ങളുടെ വീട്ടിലാണ്, എൻ്റെ കൂടെ തന്നെയാണ് കുട്ടിയുള്ളത്, പിന്നെ ഞാൻ എന്ത് സമയം ചെലവഴിക്കാനാണ്? അങ്ങനെയല്ല, കുട്ടിയുടെ കൂടെ ഇരിക്കുക, കുട്ടിയോട് സംസാരിക്കുക, കുട്ടിയുടെ ഫീലിങ്സ് അറിയുക, കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചറിയുക, എന്തുകൊണ്ടാണ് ആ ഫ്രണ്ടിനെ ഇഷ്ടം എന്ന് ചോദിക്കുക, ആ ഫ്രണ്ടിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കുക. കുട്ടിക്ക് ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. തൻ്റെ കുട്ടിയുടെ ഫേവറേറ്റ് കളർ എന്താണ്, ഫേവറേറ്റ് ഭക്ഷണം എന്താണ്, ഫേവറേറ്റ് ആക്ടർ എന്താണ്, അവൻ കണ്ടതിൽ വെച്ചിട്ട് അവൻ ഏറ്റവും സ്വാധീനിച്ച മൂവി ഏതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ആ മൂവീൻ്റെ പേര്, നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും അതിലുള്ള നടന്മാരെ. പക്ഷെ കുട്ടീനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിനക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടത്, എന്താണ് അതിലെ തീം എന്ന് പറയുന്നത്, നിന്റെ റോൾ മോഡൽ ആരാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നിനക്ക് റോൾ മോഡൽ ആരാണ്, എന്നിൽ നിന്ന് എന്താണ് കൂടുതൽ കിട്ടേണ്ടത്, ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച നിമിഷം ഏതാണ്, അല്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഞാൻ കാരണം സന്തോഷിച്ച നിമിഷം ഏതാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും കുട്ടി നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നതെന്നും. അതുപോലെ നിങ്ങൾ എന്തൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കുട്ടീൻ്റെ കൂടെ. അതുപോലെ ആ സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക,
ടി വി കാണാതിരിക്കുക. ആ സമയമൊക്കെ ഒരുപാട് സംസാരിച്ചിട്ട് കുട്ടിയുടെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ കുട്ടി ഒരു പുസ്തകം പഠിക്കുകയാണെങ്കിൽ നിങ്ങളും കുട്ടീൻ്റെ അടുത്ത് പോയിരുന്ന് എന്തെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ചു നേരം കുട്ടീൻ്റെ കൂടെ കളിക്കുക, ഷട്ടിലോ ബാഡ്മിന്റണോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും അന്താക്ഷരോ അങ്ങനെ എന്തെങ്കിലും കുട്ടീൻ്റെ കൂടെ കളിക്കാനോ. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് വീട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിട്ട് മാറും. എനിക്ക് തിരിച്ച് എന്റെ വീട്ടിൽ പോകണം, വേഗം പോകണം എന്നുള്ളൊരു തോട്ട് ആ കുട്ടീൻ്റെ ഉള്ളിൽ വരും. കാരണം വീട് എന്ന് പറയുന്നത് ആ കുട്ടീനെ സംബന്ധിച്ചപ്പോൾ ഒരു സ്വർഗമാണ്. എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ല രസമാണ്, വീട്ടില് ഒരുപാട് തമാശ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ സഹോദരന്മാരെല്ലാം ഒരുമിച്ച് കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ദയവ് ചെയ്ത് കുട്ടികളുടെ കൂടെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആവാം കുട്ടിക്ക്. അതായത് ഇമോഷണലി അവൈലബിൾ ആവുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുമ്പിലിരുന്ന് കരയുമ്പോൾ നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് പോയിക്കോളും, അല്ലെങ്കിൽ ഈ വിഷമിച്ച് മുഖം വെറുപ്പിച്ചിരിക്കുന്നതൊക്കെ കുറച്ചു നേരം മാറിക്കോളും, ഞാനൊന്ന് ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ മതി, അത് വന്നിരുന്ന് കഴിച്ചോളൂ, അതോടുകൂടി അവന്റെ വിഷമം മാറും. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എന്താ മോനെ നീ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ കരയുന്നത്, നിങ്ങൾക്കറിയാം അവൻ വാശി പിടിച്ച് കരയാണ് അല്ലെങ്കിൽ അനാവശ്യ കാര്യത്തിനാണ് കരയുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോലും നിങ്ങളത് ചോദിച്ചാൽ എന്തുകൊണ്ടാ കുട്ടി അത്രയും ഡീപ്പായിട്ട് അതിന് വേണ്ടി വാശി പിടിക്കുന്നത്, അതെന്താ അത്രയും കുട്ടീനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ അതിനെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങളത് സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നോ പറയുന്നത് എന്നുള്ള കാര്യം കുട്ടിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് അറിഞ്ഞൂടെ, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാതെ നിനക്ക് അറിഞ്ഞൂടെ എന്നുള്ളതിനോട് കൂടി എന്താണ് കുട്ടി അറിയേണ്ടതെന്ന് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് കുട്ടി അറിയേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടി എന്ത് ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴും കോംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കുറച്ചധികം നേരം പഠിക്കുക, ഓ എന്റെ മോനൊന്ന് കുറച്ചു നേരം പഠിച്ചില്ലോ, അല്ലെങ്കിൽ ക്ഷീണിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുട്ടിക്ക് തോന്നും ഞാൻ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്റെ വീട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള അപ്രീസിയേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു എക്സാമിൽ ഒരു 1/2 മാർക്ക് കൂടുതൽ വാങ്ങിച്ചാൽ അത് തന്നെ കുട്ടിയെ സംബന്ധിച്ച് ഒരു അച്ചീവ്മെന്റ് ആണ്. അത് 1/2 മാർക്കല്ലേ കൂടിയുള്ളൂ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു 10 മാർക്കൊക്കെ കൂടുന്ന ഞാൻ വിചാരിച്ചു. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ കിട്ടിയ 1/2 മാർക്ക് തന്നെ വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ കുട്ടിക്ക് റീഎൻഫോഴ്സ്മെന്റും റിവാർഡും ഒക്കെ കൊടുക്കുക. അപ്പോഴാണ് വീണ്ടും സ്ട്രൈവ് ചെയ്യാൻ മുന്നിലോട്ട് പോകാനൊക്കെ കുട്ടിക്ക് തോന്നുക. വളരെ നന്നായി ചെയ്തത്, അല്ലെങ്കിൽ കുട്ടിയിലുണ്ടാവുന്ന ചില ഗുണങ്ങളുണ്ടാവല്ലോ, ഞാൻ കണ്ടു നീ അനിയത്തിക്ക് അറിഞ്ഞപ്പോഴത്തേക്കും അനിയത്തിക്ക് അത് കൊടുത്തത് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്, അങ്ങനെയാണ് ആങ്ങളമാരുണ്ടാവുക, അങ്ങനെയുള്ള കുറച്ച്